പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 20 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വശത്തിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവെ, ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവെ, ഇവന്റെ കാര്യം എന്ത്? യേശു പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത, ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയിരിക്കുന്നതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ സ്നേഹപ്രവർത്തനങ്ങൾ അനുസരിച്ച് ദൈവം നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യും എന്നുള്ളതല്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതിന് പകരമായിട്ട് നമ്മൾക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും? കാരണം നമ്മളിലൂടെ സ്നേഹപ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതും ദൈവം തന്നെയാണ്. നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയൊക്കെയും ദൈവം തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കാം. ദൈവം നമ്മളിൽ വസിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ യോഹന്നാന് ലഭിച്ച ആ അനുഗ്രഹം പോലെ നമ്മൾക്കും ലഭിക്കും. യേശുവിനെ നമ്മൾക്ക് അതിയായി സ്നേഹിക്കാം, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.